മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ചിക്കൻ പെരളിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ചിക്കൻ കഴിക്കാത്തവർക്കും ഇതേ രീതിയിലുള്ള ചിക്കൻ കറി ആണെങ്കിൽ അവർ ആസ്വദിച്ച് കഴിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ രീതി എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ഇത് കണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ. മക്കളെ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയും കഴിക്കാനും ഇതേ രീതിയിൽ നല്ല ടേസ്റ്റാണ്. ചിക്കൻ കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ തയ്യാറാക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, അധിക സമയം എടുക്കുകയും വേണ്ട. ഇതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് കഴുകി എല്ലാം വൃത്തിയാക്കി സ്ട്രെയിനറിൽ വെച്ച് വെള്ളമെല്ലാം വാർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇത് നമ്മുടെ കുക്കറിലിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ കുക്കറിൽ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ ചിക്കൻ മസാല, എന്നിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമ്മൾ വെള്ളം ഒഴിക്കത്തില്ല, വെള്ളം ഒഴിക്കാതാണിത്. അടച്ചു വെച്ച് ഇതിൻ്റെ വെള്ളത്തിലാണ്, ചിക്കൻ്റെ വെള്ളത്തിലാണിത് വേവുന്നത്. നമുക്ക് അടച്ചു വെച്ച് അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 2, 3, 4 ഏലക്കായും 2 കഷ്ണം കറുവപ്പട്ടയും, ഫസ്റ്റ് ക്വാളിറ്റി കറുവപ്പട്ടയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 1-1.5 കുടം വെളുത്തുള്ളി, വലിയൊരു കഷ്ണം ഇഞ്ചി, 2-3 കഷ്ണം തേങ്ങാക്കൊത്ത്, 3 പച്ചമുളക്, ഒരു 3 വലിയ സവാളയും നല്ല സ്ലൈസായിട്ട്, വലിയ സ്ലൈസും ആയില്ല, അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചിക്കൻ അടുപ്പ് വെച്ച് ഒന്ന് ആവി കയറി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചൊന്നും ഇടും, കാരണം വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് അടിക്ക് പിടിക്കും. അതിനുവേണ്ടി നമ്മളിങ്ങനെ കുടഞ്ഞിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് നമുക്ക് 1 വിസിലടിച്ച് 1-2 വിസിലടിച്ച് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് നമ്മൾ കടു പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില. അതിനുശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതാണ് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ചേർക്കാം. നമ്മൾ കറുവപ്പട്ട ഏലക്കയും ചേർക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് ഇനി നമ്മൾ നമ്മുടെ സവാള ഇട്ട് കൊടുക്കും. സവാള എല്ലാം നമ്മൾ ഒന്നേൽ തൊടാതെ നല്ല വേർന്ന് കിടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഇതിനകത്തിട്ട് എണ്ണയ്ക്കകത്തിട്ട് പിന്നെ കൂട്ടി പുരട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനകത്ത് 1/2 ടീസ്പൂൺ ചേർത്തായിരുന്നു ഉപ്പ്, അപ്പോൾ ഇതിലിനി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്താൽ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇത് നന്നായിട്ട് നമുക്ക് ഈ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഒന്നേ തൊടാതെ നല്ല പോലെ കിടക്കുകയാണ് നമ്മുടെ സവാള. അപ്പം ഇത് കുഴയത്തില്ല കേട്ടോ, കുഴയാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ മൂത്ത് വരും. ഈ സമയത്ത് നമ്മുടെ സവാളയൊക്കെ മൂത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് നമ്മളങ്ങ് മൂപ്പിക്കുന്നുണ്ട്. അതിന് ശേഷമേ നമ്മൾ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മൂക്കട്ടെ. എല്ലാം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് പച്ചമുളകും നമ്മുടെ തേങ്ങാക്കൊത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കും. അതും അവിടെ കിടന്ന് നന്നായിട്ട് നമ്മുടെ ഈ സവാളയുടെ കൂടെ തന്നെ കിടന്ന് നന്നായിട്ട് മൂത്ത് നല്ല പെർഫെക്റ്റായിട്ട് മൂത്ത് വരും. ഇങ്ങനെ എല്ലാം നന്നായിട്ടാണ് നമ്മുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കണക്കാക്കി 2.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കണക്കാക്കി ചിക്കൻ മസാല നമുക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. നമ്മളിതിനകത്ത് പട്ട, ഏലക്ക, അതുപോലെ തന്നെ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ സവാളയ്ക്കകത്തുള്ള എണ്ണയ്ക്കകത്ത് കിടന്ന് നമ്മുടെ ഈ മസാലകൾ നന്നായിട്ട് മൂത്ത് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ സവാളയൊക്കെ തന്നെ മൂത്ത് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല അധികം വെളിച്ചെണ്ണയും നമ്മൾ ചേർത്തിട്ടില്ല. ഈ സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമുക്കിത് കൂട്ടിപ്പരട്ടി നന്നായിട്ട് ഒന്നും കൂടി മൂപ്പിച്ച് നല്ല പെർഫെക്റ്റായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ സമയത്ത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ ക്യാമറ കട്ടായിപ്പോയി. അപ്പോൾ ചിക്കനും ഇട്ട് നമ്മുടെ ആ ഗ്രേവിക്ക് ആ സവാളയ്ക്കകത്തിട്ട് കൂട്ടിപ്പരട്ടി
ഇതിനകത്തെല്ലാം ആ ചിക്കൻ്റെ നമ്മുടെ ഗ്രേവിക്കകത്തുള്ള മാണ്ടക്കണ്ടിൽ നമ്മുടെ സവാള കിടക്കുന്ന ഉടയാതെ നല്ല നല്ല വെന്തിട്ടുണ്ട്. മൂത്ത് വെന്ത നല്ല ഒരു ഗ്രേവിയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മിക്സി കഴുകി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും. കാരണം മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കണമല്ലോ. അപ്പോൾ ഗ്രേവി കഴുകി നമ്മുടെ മിക്സി കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. എങ്കിലേ ഇത് നമ്മൾ കൂട്ടി നന്നായിട്ട് വരണ്ടേ. അത് ചിക്കനകത്തെല്ലാം നമ്മുടെ ആ ഗ്രേവിയൊക്കെ പിടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചീനിച്ചട്ടിക്കകത്തിട്ട് ഇനിയും വേവിക്കുകയോ വേണം. നമ്മുടെ ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇങ്ങനെ വേകുമ്പോഴാണ് നമ്മുടെ ചിക്കൻ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് മിക്കപ്പോഴും തയ്യാറാക്കാറ് കേട്ടോ. അപ്പോൾ മക്കളെ, ഇതേ രീതിയിൽ നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് നല്ല പൊടിയായിട്ട് വെന്ത് കിട്ടും. പല്ലില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. ചിക്കൻ കഴിക്കാത്തവരുമൊക്കെ ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ. അപ്പം ഇത് ഇനിയും നമ്മുടെ എണ്ണയൊക്കെ പറ്റി, ഈ വെള്ളമൊക്കെ പറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതിൻ്റെ മസാലയൊക്കെ ഈ ചിക്കനകത്തൊക്കെ പിടിച്ച് നല്ല പെർഫെക്റ്റായിട്ട് വരട്ടെ. അപ്പോൾ അതിൻ്റെ മസാലയെല്ലാം പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ സവാളയൊന്നും വെന്തങ്ങ് അലിർത്തൊന്നും പോയിട്ടില്ല. എങ്കിൽ വെന്ത് മൂത്ത് ഒക്കെ കിടക്കുകയാണ്. ഇപ്പം തന്നെ കണ്ടിട്ട് തന്നെ നമുക്ക് നല്ല കൊതിയാവുന്നുണ്ട് കഴിക്കാനായിട്ട്. അപ്പം ഇതേ രീതിയിൽ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. അപ്പം ചിക്കൻ കിട്ടുമ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് കഴിക്കാൻ തോന്നും. കാരണം നമ്മൾ അധികം നേരം ചീനിച്ചട്ടിക്കകത്തിട്ടൊന്നും വേവിക്കണ്ട. അങ്ങനെ വേവിച്ചാൽ തന്നെ ഇതങ്ങ് എനിക്ക് തോന്നുന്നു കല്ല് പോലെ ആവും. ഇങ്ങനെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ ആ നന്നായിട്ട് വെന്ത് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ പച്ചമുളകും അങ്ങ് വെന്തലുത്ത് പോയിട്ടില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു മക്കളെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചിക്കനകത്ത് ഈ ബ്ലഡ് കട്ടയായിട്ടിരിക്കുമല്ലോ, ഇങ്ങനെ എൻ്റെ എല്ലിനകത്തൊക്കെ ഇങ്ങനെ ഇരിക്കും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചില ഈ ചിക്കൻ കറികൾക്കകത്തൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വെള്ളം വാലാൻ വെക്കുമ്പം ആ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കലർന്ന് കിടക്കുന്നതൊക്കെ കാണും. അപ്പോൾ നമ്മളത് ഇങ്ങനെ കുത്തിയെടുത്ത് ആ ബ്ലഡ് എടുത്ത് കളഞ്ഞിട്ട് അവിടെ എല്ലാം ഇങ്ങനെ ഒലച്ചൊലച്ച് കഴുകി എടുക്കണം. അപ്പോൾ ആ ബ്ലഡിൻ്റെ മായമൊന്നും കാണില്ല. അപ്പം മക്കളെ, ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പം അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റും ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പ് എന്നും പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അമ്മയെ സഹായിക്കണം കേട്ടോ. അപ്പം ഇനിയും അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും ഈ അമ്മയുടെ നന്ദി, നമസ്കാരം. അപ്പം ശരി മക്കളെ.